ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പാതാന്തികെ നമുക്ക് അടുത്തു വരുവാനും തിരുവചനം പഠിക്കുവാനും കർത്താവ് നൽകുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കൊലോസ്യ ലേഖനം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊലോസ്യ ലേഖനം പഠിച്ചു. അതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പഠിക്കാം. 2-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗം പറയുമ്പോൾ നമുക്ക് കൊലോസ്യ വിശ്വാസികളുടെ ആത്മീയ ഉന്നമനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം പറയുന്നത്. നമ്മൾ ഇവിടെയും സദാചാരപരമായ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. അതൊക്കെ 3-ാം അധ്യായം കൊണ്ട് അവസാനിച്ചു. ഇപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ കാണുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ്. ദൈവമക്കളെ, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. പലപ്പോഴും ബാഹ്യമായ പ്രാർത്ഥന നമ്മൾ നടത്തുന്നവരാണ്. ബാഹ്യമായ പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ആന്തരികമായ അഥവാ രഹസ്യമായ പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതം പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളതല്ല. അത് പലപ്പോഴും ബാഹ്യമായ പ്രകടനങ്ങളിൽ ഒതുങ്ങിപ്പോവുകയാണ്. അപ്പോൾ നമ്മുടെ അകത്തെ ജീവിതം ആയിരിക്കണം ബാഹ്യമായിട്ട് വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, അതല്ലേ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യ ലേഖനത്തിന്റെ ആരംഭം തന്നെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയിലാണ് ആരംഭിച്ചത്. പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ നിരതനായിരുന്നു. താൻ കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കൊലോസ്യ വിശ്വാസികൾ താൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവനായിരിക്കണം. കാരണം ജനത്തിന്റെ ആത്മീയ വർധനവാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ താൻ പറയുകയാണ്, എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. എന്താണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് അർത്ഥമാക്കുന്നത്? നമുക്ക് 1-2 വേദഭാഗങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവിടെ എന്താണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പലപ്പോഴും നമ്മളെ മടിപ്പിക്കുവാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കുവാൻ. ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായി നാം പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. എന്നാൽ മടുപ്പിന്റെ അനുഭവം പിശാച് കാതുകളിൽ കൊണ്ടിടും. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? എന്നാൽ പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം പലപ്പോഴും നമുക്ക് ചിന്തിപ്പാൻ പോലും കഴിയത്തില്ല. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം അവർക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ മടിപ്പിക്കുവാൻ പിശാച് തന്ത്രങ്ങൾ ഒരുക്കും. എന്താണെന്നറിയാമോ? മനുഷ്യരെ ബിസിയാക്കും. ഓരോ സമയത്തും തിരക്കിട്ട ജീവിതം. മനുഷ്യൻ അടുക്കള ജോലി, പുറത്തുള്ള ജോലി, നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങള്, നമ്മുടേതായ ജീവിതത്തിൽ തിരക്കേറിയ അനുഭവങ്ങളിലൂടെ പിശാച് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കഴിയാതെ വരികയാണ്. നമുക്ക് ഗ്രൂപ്പ് പ്രയറുകൾ ഇഷ്ടം പോലെയുണ്ട്. ചർച്ചിൽ, സഭാതലത്തിൽ നമുക്ക് പ്രാർത്ഥനാ യോഗങ്ങൾ ഏറെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ബാഹ്യമായ, അത് പരസ്യമായ പ്രാർത്ഥനയാകുന്നുവെങ്കിൽ പരസ്യ പ്രാർത്ഥന പോലെ തന്നെ ഒരു രഹസ്യ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു പോലും താൻ രഹസ്യമായി പ്രാർത്ഥിച്ചു. ഒരിക്കൽ തന്റെ ശിഷ്യന്മാരുമായിട്ട് താൻ ഗത്സമനയിലേക്ക് കടന്നു പോവുകയാണ്. മാനവരാശിയുടെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് താൻ അനുഭവിക്കാനിരിക്കുന്ന ക്ലേശങ്ങളും കഷ്ടതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ യേശു കർത്താവ് പ്രാർത്ഥിപ്പാൻ തന്റെ പിതാവുമായിട്ട് അല്പസമയം വേറിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് താൻ കടന്നു പോകുമ്പോൾ താൻ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്പസമയം നിങ്ങൾ ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. എന്നാൽ
ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ അല്പസമയം ഉണർന്നിരുന്ന് കാണും. പിന്നീട് കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. യേശു കർത്താവ് അവരോട് ചോദിച്ചു, അല്പസമയം നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയൂലേ? ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസും ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരാകരുത്. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണമിട്ടുകൊണ്ട്, രോഗമിട്ടുകൊണ്ട്, പലവിധമായ പ്രതികൂലങ്ങൾ ഇട്ടുകൊണ്ട്, പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? നമ്മളെ മടിപ്പിക്കും, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാക്കും. ഒരിക്കലും നമുക്ക് സന്തോഷം കൈവരിക്കാതിരിപ്പാൻ ശത്രുവായവൻ തകർത്തുടയ്ക്കുവാൻ ശ്രമിക്കുന്ന മേഖലകളിൽ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ തകർന്നു പോകാതെ നിൽക്കുവാൻ ഇടയാകും. പ്രാർത്ഥന ദൈവമായിട്ടുള്ള സംഭാഷണമാണ്. തന്റെ രഹസ്യവും തന്റെ ജീവിതത്തിൽ ആരോടും പറയുവാൻ കഴിയാത്തതുമായ പരമരഹസ്യങ്ങൾ പോലും പറയുവാനൊരിടമുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാദപീഠം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന നിരന്തരായിരിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിലൂടെയും പറയുക, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാത്തവരായിരിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. സകല പ്രാർത്ഥനയാലും യാചനാപൂർവ്വം ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പൊ അവിടെ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിർത്തി വായിച്ചു തന്നെ. പ്രാർത്ഥനയാലും, 2 യാചനയാലും, പിന്നെ ഏതു നേരത്തും എനിക്കും സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നല്ലേ? അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ശുശ്രൂഷകനാണ്. തനിക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് മാത്രമല്ല, നമുക്കും പ്രാർത്ഥന, മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, സകല വിശുദ്ധന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്താ കാര്യമെന്നറിയാമോ? വളരെ പ്രതികൂലങ്ങളുള്ള തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ, തന്റെ സുവിശേഷ നിർവഹണത്തിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളുടെ നടുവിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോ സമയത്തും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസോച്ഛ്വാസം എടുക്കത്തില്ലേ? ഇതേപോലെ ഓരോ സമയവും ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധം ഹൃദയത്തിൽ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ല ഉറക്കത്തിൽ അത് കഴിയത്തില്ല. ജോലി ചെയ്യുമ്പോൾ കഴിയും, പാചകം ചെയ്യുമ്പോൾ കഴിയും, വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മൾ പല കാര്യങ്ങൾ, പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവമായിട്ട് ഏത് സമയത്ത് സമ്പർക്കം പുലർത്തുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ സമയത്തും ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ജീവിപ്പാൻ ഇടയാകണം. ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ജീവിക്കുവാൻ ഇടയായാൽ നിരന്തരം ശ്വാസം എടുക്കും പോലെ ദൈവമായിട്ട് നമുക്ക് അടുത്തു വരുവാനായിട്ട് ഇടയാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പകൽവേള അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും സ്തോത്രം ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്താണ്? നിരന്തരം പ്രാർത്ഥിക്കുവിൻ, സ്തോത്രത്തിൽ ജാഗരിക്കുവിൻ. അപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ സ്തോത്രത്തിൽ ജാഗരിക്കാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള സംസാരമാ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുമ്പോൾ മറുപടി ലഭിക്കുമ്പോഴാണ് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത്. പ്രാർത്ഥനാ ജീവിതവും സ്തോത്രം ചെയ്യലും ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഒരുപോലെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തോലന്മാർ പ്രാർത്ഥനയിൽ ജാഗരിച്ചു പോന്നു. റോമാലേഖനം 12-ാം അധ്യായം 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രാർത്ഥനയെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവീൻ. നിരന്തരം പ്രാർത്ഥിക്കുവീൻ. നിരന്തരം പ്രാർത്ഥിക്കുവീൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളോട് മാത്രമല്ല പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത്, മറിച്ച് റോമിലുള്ള തന്റെ വിശുദ്ധന്മാരോടും റോമിലുള്ള വിശ്വാസികളോടും പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന അത് മാത്രമായിരുന്നു അപ്പോസ്തലന്റെയും ആഹാരം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ പ്രാർത്ഥന വിശ്വാസവും ഏകാഗ്രതയും കൃതജ്ഞതയും നിറഞ്ഞതായിരിക്കണം. ഇവ മൂന്നും കൂടി ഉള്ളതായിരിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏകാഗ്രത ഉണ്ടായിരിക്കണം. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും അതിന് സ്തോത്രം ചെയ്യുവാനിടയാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളൂടി ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തി വേണം പ്രാർത്ഥിക്കുവാനെന്ന് അപ്പോസ്തലൻ നമ്മളെ പ്രത്യേകാൽ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ചടങ്ങായി മാറരുത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ ഗ്രൂപ്പുകൾ പ്രാർത്ഥനകൾക്കുണ്ട് അല്ലെ. പലപ്പോഴും ഒരു ചടങ്ങായി മാറുന്ന അവസ്ഥ. ഇന്ന് പ്രാർത്ഥനയുണ്ട്, കേറണം, ഇന്ന് പ്രാർത്ഥനയിൽ ഇരിക്കണം. പക്ഷെ അവരുടെ ഈ പ്രാർത്ഥനയുള്ള ഇരിപ്പ് വെറും ചടങ്ങായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഒരു ചടങ്ങായി മാറരുത്. ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ നാം ആയിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. ദൈവവചനത്തിൽ പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ സ്തോത്രത്തിൽ ജാഗരിച്ചു തുടങ്ങണം. കുറവുകളെ ദൈവസന്നിധിയിൽ പറഞ്ഞ് നമ്മുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവന്റെ രക്തത്താൽ നാം പൂർണ്ണമായും കഴുകൽ പ്രാപിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് അപ്പോസ്തലൻ ഈ കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താൻ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇന്ന് നാം അനേക ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ സുരക്ഷിതരായി ഇവിടെ ഇരിക്കുന്നു. വടക്കേന്ത്യ ഗ്രാമങ്ങളിലും മറ്റു പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും ജയിലുകളിലായി സുവിശേഷത്തെ പ്രതി അനേക ദൈവമക്കൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷത്തെ പ്രതി പീഡനം അനുഭവിക്കുകയാണ്. ഇന്നലെ ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ശുശ്രൂഷിച്ച ഇടമാണ്. എനിക്ക് ഒരു മെസ്സേജ് ഒരു ദൈവദാസൻ ഇട്ടു തന്നു. ഛത്തീസ്ഗഡിൽ ഉണ്ട് ഇപ്പോൾ. ആ ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ വിശ്വാസികളെ മുഴുവൻ അടിച്ച് ഒതുക്കി. ഹല്ലേലൂയ. ആ വിശ്വാസികൾക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ അവർ ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞു, അവരാരും മടങ്ങി വന്നിട്ടില്ല. ശാരീരികമായി ഉപദ്രവിക്കുക. ഈ പ്രത്യേകാൽ എതിരാളികൾ കടന്നു വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമുക്കിന്ന് പീഡനങ്ങൾ ഇല്ല എന്നോർത്ത് നാം സന്തോഷിക്കരുത്. നമ്മുടെ സമസൃഷ്ടങ്ങൾ രക്തത്തോട് രക്തവും മാംസത്തോട് മാംസവും ആയിരിക്കുന്നവർ ഇന്ന് കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നാം ഈ സൂം പ്ലാറ്റ്ഫോമിലും മറ്റേ വാട്സപ്പ് ഗ്രൂപ്പ് കോളിലും അതുപോലെ തന്നെ ഫ്രീ കോളിലും പല മീഡിയകളിലൂടെ നാം ഒരുമിച്ച് കൂടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, നാം പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സോടെ ഏകാഗ്രതയോടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, എന്റെ സഹോദരി, എന്റെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കരയുവാനിടയാകണം. എന്റെ ഭാരം ആണ് അവരുടെ വിഷയം, അവരുടെ വിഷയം എന്റെ വിഷയം എന്ന നിലയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആ ജനത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിൽ നമുക്കറിയാം, ദാനിയേൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് അവൻ പ്രാർത്ഥിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചു. അനേക ഭക്തന്മാർ അവർ പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാമും പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറണം. നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായി മാറണം. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്,
ആമേൻ. നിരന്തരം പ്രാർത്ഥിക്കുവീൻ, നിരന്തരം പ്രാർത്ഥിക്കുവീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവീൻ. നമ്മുടെ ജീവിതം പ്രാർത്ഥനയിൽ ഏകാഗ്രതമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 109 അധ്യായം അതിന്റെ 4 വാക്യം ഒരാളൊന്ന് വായിക്കുമോ? എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാവീദ് വൈരികളുടെ മുൻപിൽ പ്രാർത്ഥിക്കുക. അവരോട് വഴക്ക് പിടിക്കാനോ എതിരിടുവാനോ മല്ലിടുവാനോ അല്ല പോയത്, മറിച്ച് താൻ തന്റെ വിഷയത്തെ ദൈവസനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഒരു ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥനാ വീരരായി തീരാം. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. 1 തെസ്സലോനിക്യ ലേഖനം 5 അധ്യായം അതിന്റെ 17-18 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. കണ്ടോ, കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരാകരുതേ. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോ ആഹാരം കഴിച്ചില്ലെങ്കിലും നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങളുടെ വേദനകളിലും പ്രതികൂലങ്ങളിലും എന്നെ നിങ്ങളെ നിലനിർത്തുന്നത് ഈ സ്നേഹമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരാകുവാൻ ദൈവ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കണം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? പ്രസംഗിക്കുന്നതല്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നിരന്തരം ഉപവസിക്കുന്നതല്ല. ഇതൊക്കെ ഇഷ്ടമാണ് ദൈവത്തിനെങ്കിലും ദൈവാത്മാവ് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറണം. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്, വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളും നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറണം. നമുക്ക് ഒരു വേദഭാഗം കൂടി അതിവേഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 41 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളതോ ജഡമോ ബലഹീനമെത്രേ എന്ന് പറഞ്ഞു. കണ്ടോ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പരീക്ഷകൻ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി ചുറ്റും ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ പരീക്ഷിക്കുവാൻ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, നീ എന്തിനാ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് എപ്പോഴും? ചില സമയങ്ങളിൽ ആൾ കുറവുള്ളപ്പോഴത്തേക്ക് ഞാൻ ഓർക്കും, ദൈവമേ, ഇത്രയൊക്കെ ചെലവഴിച്ച് ഇത് ചെയ്യുമ്പോ കർത്താവ് ആരുമില്ലല്ലോ എന്നോർത്ത് മനസ്സിന് വിഷമം വരും. ആ സമയം നോക്കി പിശാച് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളത്തിലോട്ട് വന്നിട്ട് ഒരു ചോദ്യം ഇടും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ആ സമയം കിടന്നുറങ്ങരുതോ? കാല് വയ്യല്ലോ, കൈ വയ്യല്ലോ? പ്രിയപ്പെട്ടവരെ, അതിൽ നാം പ്രലോഭനത്തിൽ വീണാൽ നാം നമ്മുടെ പ്രവർത്തികളിൽ തോറ്റുപോകുക. ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കും, ഞാൻ ഇങ്ങനെ പറയും, ഹോ പിശാചേ, എന്നെ വിട്ടുപോ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവന്റെ ഇഷ്ടം ഞാൻ തികയ്ക്കും. ആളല്ല പ്രശ്നം, 2-3 പേർ കൂടി വരുന്നിടത്ത് ഞാന് എഴുന്നള്ളി വരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് ഇത്രയും പേരെ കൂട്ടി വരുത്തിയതിനെ ഞാൻ സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകൻ അടുത്തുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തിയിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നമുക്ക് പ്രതികൂലം ഇടുവാൻ, പ്രശ്നങ്ങൾ ഇടുവാൻ പിശാച് കടന്നു വരുമ്പോൾ നമുക്ക് പരിഹാരകനായി കർത്താവിങ്കിലേക്ക് നോക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹായം വരുന്ന ഇടമായ കർത്താവിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തണം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ എന്നെ വിളിച്ച് യഹോവ കേട്ട് തന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടിവെച്ചു. നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നമ്മളെ കഷ്ടത്തിലാഴ്ത്തുന്ന പിശാചിന്റെ മുൻപിൽ തകർന്നു പോകാതെ, നമ്മളെ പ്രതികൂലത്തിലാഴ്ത്തുന്ന ദുഷ്ടന്റെ മുൻപിൽ തകർന്നു പോകാതെ, നമ്മെ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ തലകുനിച്ചു നിൽക്കാതെ നാം പ്രാർത്ഥനയിൽ ിരിക്കുന്നവരാകെ, പ്രാർത്ഥനയിൽ നിരന്തരം പോരാടുന്നവരാകെ, പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായി മാറേ. ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനെ ആർക്കും തകർക്കാൻ കഴിയുകയില്ല.
പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ പിശാച് മുട്ടുമടക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ വേള ഞാൻ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ആമേൻ. നിന്നെ പരീക്ഷകൻ എടുത്തു വരുമ്പോൾ നീ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ശാരീരികമായി ബലഹീനത കാണാം. ആമേൻ. പലപ്പോഴും ഉറക്കം നമ്മളെ ആടി വിളിക്കുമ്പോൾ ദൈവമക്കളെ, ഉറക്കത്തിന് പലപ്പോഴും നമ്മുടെ ശാരീരിക ബലഹീനത നമ്മളെ ഉറക്കത്തിൽ കൊണ്ടെത്തിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ തകർന്നു പോകാതെ, അതിന്റെ നടുവിൽ ക്ഷീണിച്ചു പോകാതെ ദൈവത്തോട് പറ, ആരോഗ്യം തരണം, ബലം തരണം, പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പാൻ എനിക്ക് കൃപ തരണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. രാത്രികാലങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, രാക്കാലങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകെ. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപാകെ ശത്രുവിന് നിൽപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ശാരീരികമായ ക്ഷീണമുണ്ടെങ്കിലും മനസ്സിനൊരാഗ്രഹം വേണം. ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ക്ഷീണങ്ങൾ മാറും. എന്താ, ഞാൻ ഇഷ്ടമുള്ളവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു ഫോൺ എടുത്താൽ നമുക്ക് സമയമില്ലെങ്കിലും നമ്മൾ ജോലി ചെയ്താലും ആ ഫോൺ അല്ലെ ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സംസാരിച്ചുകൊണ്ട് നമ്മുടെ ജോലി തീർക്കും. അതെന്തുകൊണ്ടാ? ആ സംസാരിക്കുന്ന സബ്ജക്റ്റും ഇഷ്ടമാ, സംസാരിക്കുന്ന വ്യക്തിയെയും ഇഷ്ടമാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നാമും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മുടെ കർത്താവുമായിട്ട് സംസർഗം പുലർത്തണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന സമയത്തും പച്ചക്കറി അരിയുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ചിലപ്പോഴങ്ങനെയൊക്കെയാ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും. ഉറക്കത്തിൽ ചിലപ്പം ഞാൻ അറിയത്തോലുമില്ല, അന്യഭാഷയിൽ കടന്ന് ഞാൻ ദൈവത്തെ ഉറക്കെ ആരാധിക്കും. പിള്ളേർ വന്ന് എന്നെ തട്ടി വിളിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴും ആരാധനയാണോ? കൂട്ടായ്മയിലല്ല, കട്ടിലല്ല ഉറങ്ങുന്നെന്ന് പറയും. ഞാൻ പറയട്ടെ, പലപ്പോഴും ഹൃദയം ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ആയിരുന്നാൽ ഇന്ന് പകൽക്കാലം നാം അവനുമായിട്ട് ഇരിക്കുന്ന സമയങ്ങൾ ഏറെ സന്തോഷത്തിന് കാരണമാകും. പരീക്ഷകൻ നമ്മുടെ അടുത്ത് കടന്നു വന്നാലും അവന് നമ്മെ തൊടുവാൻ ഇടവരാതെ വണ്ണം ദൈവം നമ്മളെ വിടിവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഒരൊറ്റ വാക്യം കൂടെ നമുക്ക് വായിക്കാം. സുവിശേഷം 13-ാം അധ്യായം എന്റെ 33-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായികൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. മതി. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനുഷ്യപുത്രന്റെ വരവിങ്കൽ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ ഇടയാകാതെ, ഞാന് അനേക പ്രാർത്ഥനകൾ നടത്തി കർത്താവേ, ഞാൻ അനേക പ്രസംഗങ്ങൾ നടത്തി കർത്താവേ എന്നൊന്നും പറഞ്ഞു നിൽക്കുവാനല്ല, അവന്റെ മുൻപിൽ ലജ്ജിച്ചു തലതാഴ്ത്തുവാൻ ഇടവരാതെ വണ്ണം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി, പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായി ദൈവം മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയോട് അടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപ ഏറ്റെടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 4:7 പറയുന്നു, പ്രാർത്ഥനയിൽ നാം സുബോധമുള്ളവരായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവഹിത പ്രകാരമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെയും യാക്കോബ 6:16 ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കും. നമുക്ക് സുബോധത്തോടെയും ശ്രദ്ധയോടെയും ഉണർന്നുകൊണ്ടും ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയാക്കട്ടെ. ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം നമുക്ക് ഏറ്റെടുക്കാം. നിരന്തരം പ്രാർത്ഥിക്കുവീൻ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുവീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവീൻ. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി, ജാഗരിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ വേളയെങ്കിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വചന പഠനം അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കരുതേ. ആരെങ്കിലും ആമേൻ ഈ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാകുന്നുവെങ്കിൽ വചനദീപ്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതത് സമയം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെയും സഹായിക്കട്ടെ. തുടർന്നും നിങ്ങൾ എന്നെയും എന്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.